ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴയാണല്ലോ. മഴക്കാലത്ത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരുടെ വീട്ടിലും വൈകുന്നേരത്തൊക്കെ കൊതുക് ശല്യം ഉണ്ടാവൂലേ? അപ്പോൾ അത് അകറ്റാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 സ്പൂൺ പെരിഞ്ജീരകം, 2 സ്പൂൺ കടുക്, 3 ഉള്ളി വെളുത്തുള്ളി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിൽ മെയിൻ ആയിട്ടുള്ളത് പെരിഞ്ജീരകമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ പെരിഞ്ജീരകത്തെ ഒന്ന് വറുത്തെടുക്കാം. ടിപ്പ് വീഡിയോ ആണ്, അതുകൊണ്ട് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ഇതിങ്ങനെ ഒരു 1-2 മിനിറ്റ് വറുക്കുമ്പോഴേക്കും ഇതിൻ്റെ നിറം ചെറുതായി ഒന്ന് മാറിയും ചെറിയൊരു സ്മെല്ലൊക്കെ വരും. അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാൻ വേണ്ടി വീണ്ടും അതിൽ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാൻ ഈ പെരുംജീരകം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ കൂടെ ആ കടുകും കൂടി ഇടണം. എന്നിട്ട് രണ്ടും കൂടി ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം. ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വെളുത്തുള്ളി കൂടി ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടിയും പൊടിച്ചെടുക്കണം. ഇനി ഇത് വീണ്ടും ഒരു പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഈ പൊടിച്ച മിക്സിലേക്ക് ആ മഞ്ഞപ്പൊടി കൂടി ചേർക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 സ്പൂണ് ഓയിൽ കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് നന്നായി ഉടച്ചെടുക്കണം. നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ തന്നെ കുറേയൊക്കെ നമുക്ക് കൊതുകിനെ കുറക്കാൻ പറ്റും. ഇനി ഇത് ഒരു ചിരാതിൽക്കോ അല്ലെങ്കിൽ സ്റ്റീൽ പാത്രത്തിലേക്കോ മാറ്റണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ അത് രണ്ടും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഞാനിങ്ങനെ ഫൈബറിൻ്റെ ബൗളിൽ തന്നെ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്നില്ലെങ്കിൽ കോട്ടൺ തുണി കൊണ്ട് ഒരു തിരി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കത്തിച്ച് വെക്കണം. കൊതുക് കടിച്ചാൽ ഡെങ്കിപ്പനിയൊക്കെ ഇപ്പോൾ ഉണ്ടാകാൻ നമുക്ക് ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തൊക്കെ ഇത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.